ചാണ്ടി ഉമ്മൻ നമുക്കൊപ്പം ചേരുകയാണ്. ചാണ്ടി ഉമ്മൻ, ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുകയാണ്. താങ്കളുടെ അടക്കം നിർണായകമായ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ഈ ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾക്ക്, എന്തെല്ലാം വിവരങ്ങളാണ് ഈ അവസരത്തിൽ ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. അത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഇടപെട്ട എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ആദരണീയനായ കാന്തപുരം ഉസ്താദ് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അത് പല തലത്തിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. ജുഡീഷ്യലായിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ ആളുകളുമായി കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കൂടി എന്നെ അറിയിച്ചിരിക്കുന്നത് വളരെ നമുക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകമായ നന്ദി ആദരണീയനായ ഗവർണർക്കും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എംബസിയെ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി കാരണം എംബസിയുടെ ഇടപെടൽ ഈ അതിനകത്തും ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആക്ഷൻ കൗൺസിൽ അടക്കം, ഇതിനുവേണ്ടി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രനടക്കം എല്ലാവരെയും പ്രത്യേകമായ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു മോചനത്തിന് വേണ്ടി എന്റെ പിതാവിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയുടെ മോചനം. ആ മോചനം സാധ്യമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും കേരളത്തിലെ ജനങ്ങളുടെ പ്രാർത്ഥന നിമിഷപ്രിയയുടെ കുടുംബത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനും പ്രത്യേകമായ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നായി നിന്നാൽ എന്തും സാധ്യമാണ്. പ്രത്യേകിച്ച് ഒരു ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അത് നീതി സാധ്യമാണ് എന്ന് ഈ അവസരത്തിൽ ഓർക്കണം. അതുപോലെ തന്നെ അബ്ദുൾ റഹീമിന്റെ നീതി തേടിയുള്ള നീതി സഹായ വേദി, അവരെ ഇന്നലെ ഞാൻ സൗദി അറേബ്യയിൽ വെച്ച് കാണുകയുണ്ടായി. അവരോടും ഈ അവസരത്തിൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഏതൊരു ആവശ്യത്തിനും, നിമിഷപ്രിയയുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഞങ്ങളും കൊടുത്ത് നിൽക്കാമെന്ന് വാക്ക് നൽകി ഈ കേരളത്തിന്റെ മതേതര സ്വഭാവം വെളിപ്പെടുത്തിയതാണ് അബ്ദുൾ റഹീമിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പങ്കാളികളായി തീർന്ന കേരള ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അവരുടെ ഇടപെടലും ഇതിനകത്ത് സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കുവാൻ സാധിക്കത്തില്ല. അംബാസിഡർ, അതുപോലെ തന്നെ നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ നമ്മുടെ മലയാളിയായ സി അബു മാത്തൻ അടക്കമുള്ള എല്ലാവരോടും, പ്രിയപ്പെട്ട സാമുൽ ജെറോം, അദ്ദേഹവും ഇതിനകത്ത് വലിയ സജീവമായി ഇടപെട്ടത് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ചാണ്ടി ഉമ്മൻ, താങ്കൾ ഈ ഒരു ചർച്ചകളിലും തുടർ ചർച്ചകളിലും ഒക്കെ ഏറെ ഭാഗമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആഴ്ചകൾ മുൻപ് ഈ ചർച്ച സജീവമായപ്പോൾ തടസ്സമായി നിന്നത് തലാലിന്റെ കുടുംബത്തിന്റെ ഒരു നിലപാടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ശുഭവാർത്തയിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും വിവിധ തലത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ കുടുംബവുമായിട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ വിശദാംശത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ ഒരു സമയമാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ എല്ലാവരുടെയും ഇടപെടല്, ജുഡീഷ്യൽ ലെവലിലുള്ള ഇടപെടല്, അതിനകത്ത് എല്ലാ ആൾക്കാരും സജീവമായി ഇടപെട്ടത് കൊണ്ടാണ് നമുക്കിവിടെ എത്തുവാൻ സാധിച്ചത്. അതിനകത്ത് കാന്തപുരം ഉസ്താദിന്റെ റോളും ആദരണീയനായ ഗവർണറുടെ റോളും എല്ലാം എടുത്തു പറയത്തക്ക രീതിയിൽ ഇന്ന് ആ കുടുംബവുമായി ചർച്ച നടത്തിയ വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടത്തിയിരിക്കുന്നു. എല്ലാവരുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചാണ്ടി ഉമ്മൻ, ഒരു കാര്യം കൂടി, നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പ്രതികരണം ഈ ഒരു അവസരത്തിൽ ലഭ്യമാണോ? താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി യാത്രയിലായത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ കൂട്ടത്തിൽ എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം വരെ ടോമി മിഷേൽ, അദ്ദേഹത്തിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം യമനിലേക്ക് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ദിവസവും ഞാൻ അവിടെ നിന്ന് പോരുന്നവരെ അദ്ദേഹവുമായി ചർച്ചയിലായിരുന്നു. ഇന്നലെ ഞാൻ യമനിലെത്തിയെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അപ്പം ആ കുടുംബത്തിനും വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു വാർത്തയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നുള്ള പ്രവർത്തനത്തിനാണ് ഇവിടെ വിജയം കിട്ടിയിരിക്കുന്നത്. ആ കുടുംബത്തിന് വളരെയധികം അഭിമാനിക്കാം, ആശ്വസിക്കാം. കാരണം അമ്മ അത്രയും നാൾ 1.5 വർഷക്കാലം അവിടെ നിന്നു. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഭർത്താവും മകളും എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഇന്നൊരു ആശ്വാസത്തിന്റെ വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ചും ഒരു ആശ്വാസമാണ് കുടുംബത്തിനെന്ന പോലെ. വളരെയധികം നന്ദി ചാണ്ടി ഉമ്മൻ, ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഈ ഒരു ചർച്ചകളിലൊക്കെ ഏറെ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ചാണ്ടി ഉമ്മൻ MLA. അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഏറെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വരുന്നത്. വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് കാന്തപുരം AP
ചാണ്ടിയുമ്മൻ തുടരാം. ഒരു മിനിറ്റ്. അതുപോലെ പേര് പറയേണ്ട ഒരാളാണ് ശ്രീ സാജൻ ലത്തീഫ്. ആ കുടുംബവുമായിട്ടും എല്ലാം അദ്ദേഹത്തിന് വലിയ അടുത്ത ഒരു ബന്ധം പുലർത്തി ഈ കാര്യത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ സാജൻ ലത്തീഫ്. അദ്ദേഹത്തെ കൂടി ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് ചെറിയൊരു കാര്യം, അതേപോലെ ഉസ്താദിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യം, അതേപോലെ ഗവർണറിനെ സംബന്ധിച്ച് ചെറിയ കാര്യം, അവരൊക്കെ ആ ചെറിയ കാര്യത്തിലും ആ ഇടപെട്ട് വലിയ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു. ശ്രീ സാജന്റെ പ്രവർത്തനം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ പ്രത്യേകമായി ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ആ കുടുംബത്തിന് വേണ്ടിയും ഞാൻ നന്ദി പറയുകയാണ് ശ്രീ സാജനോട്. ശരി ചാണ്ടിയുമ്മൻ, എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. താങ്കൾ ഓരോരുത്തരെയും പേരെടുത്ത് തന്നെ ഓർത്ത് അവർക്കെല്ലാം നന്ദി പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ എന്നുള്ളതാണ്. അതിനിർണായകമായിട്ടുള്ള ഇടപെടലാണ് താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്. നിമിഷ